നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ വീഡിയോ കണ്ട് എനിക്ക് കലി വരുമെന്നും ആ വാശിക്ക് ഞാൻ സ്വയം ഒഴിഞ്ഞു പോകുമെന്നും ആവും ആ സ്ത്രീ കരുതിയത്. ഇതൊക്കെ വളരെ പഴയ നമ്പറായിപ്പോയി ആന്റി. ഇതിലൊന്നും നീതി കൊത്തില്ല. എന്നാലും ഇങ്ങനൊരു സംഭവം നടന്നിട്ട് സാർ എന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് ഞാനൊരു പണി തിരിച്ചു കൊടുക്കും. കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചു. ശരിയാക്കി തരാം. ഹലോ ഹലോ, ഞാൻ തിരിച്ചു വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അതെ, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. നീ വിളിച്ചപ്പോ അമ്മ എന്റെ അടുത്തുണ്ടായിരുന്നു, അതാ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞത്. ആ അറിയാം, വലിയ ചർച്ചയായിരുന്നല്ലോ. ബാംഗ്ലൂര് പോയി തിരിച്ചു വന്നാൽ ഉടനെ എന്നെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞല്ലോ. അല്ല, എനിക്ക് തരാനുള്ള കോമ്പൻസേഷൻ എത്രയാണെന്ന് തീരുമാനിച്ചോ? അല്ല, ഇവിടെ സംസാരിച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഓ, അപ്പൊ സംസാരിച്ചത് തെറ്റല്ല, ഞാൻ അറിഞ്ഞതാണ് തെറ്റ് അല്ലേ? കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞോ? നീ എന്തിനാ വെറുതെ എന്നെ ചാടിക്കടിക്കാൻ വരുന്നത്? പിന്നെ എനിക്ക് 10 കോടിയും വീടും കാറും വിലയിട്ട ആളെ ഞാൻ പൂവിട്ട് പൂജിക്കണം. ആഹാ, അപ്പൊ ഇവിടെ നടക്കുന്നതെല്ലാം നീ ചോർത്തുന്നുണ്ടല്ലേ? ആ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഞാനൊരു റഡാർ വെച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്നതൊക്കെ ചോർന്നൊലിച്ച് എന്റെ കയ്യിലെത്തും. കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. ഒന്നെങ്കിലും പാറു അല്ലെങ്കിൽ യാമിനി, രണ്ടിലൊരാൾ നിന്റെ ചാരസുന്ദരിയാ. ആണെങ്കിലേ കണക്കായി പോയി. ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയ ഗൂഢാലോചനയാണിതെന്ന് എനിക്കറിയാം. അതെടി, ഈ ഗൂഢാലോചന നടത്താൻ വേണ്ടി മനഃപൂർവ്വം നിന്നെ ഞാൻ ഇവിടുന്ന് അകറ്റിയതാ. ഇനി നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. എങ്കിലേ അതിനു മുൻപ് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും. നിങ്ങളെപ്പോലെ ഞാൻ ജോയിന്റ് പെറ്റീഷൻ ഒന്നും കൊടുക്കില്ല. നാളെ തന്നെ വക്കീലിനെ കണ്ട് നോട്ടീസ് അയക്കും.